9 വർഷത്തിന് ശേഷം IPL ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ലീഗ് ഘട്ടത്തിലെ കരുത്തരായ പഞ്ചാബ് കിങ്സിനെതിരെ 8 വിക്കറ്റ് വിജയത്തോടുകൂടി രാജകീയമായാണ് ഇപ്പോൾ RCB ഫൈനലിലേക്കുള്ള എൻട്രി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവസാനിച്ച പഞ്ചാബ് കിങ്സ് RCB മത്സരത്തിന്റെ സമഗ്രമായ ഒരു ചിത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ടീമിന്റെ ഭാഗത്തുനിന്നും ഓരോ മാറ്റങ്ങളാണ് ഇന്ന് ആദ്യ ക്വാളിഫയറിന് ഉണ്ടായിരുന്നത്. RCBയിലേക്ക് ഹേസൽവുഡ് മടങ്ങിയെത്തിയപ്പോൾ മാർക്കോസ് ജെൻസന് പകരം ഒമർ സായിയാണ് ഇന്ന് പ്ലേയിങ് 11ലേക്ക് പഞ്ചാബിന് വേണ്ടി എത്തിയത്. ആദ്യം ബാറ്റിംഗിനെത്തിയ പഞ്ചാബിന്റെ തുടക്കം തകർച്ചയോട് കൂടി തന്നെയായിരുന്നു. സ്റ്റോയിനിസ് ഒഴികെ മറ്റാർക്കും ടോപ്പ് ഓർഡറിൽ തിളങ്ങാനാവാതെ വന്നപ്പോൾ ഹേസൽവുഡും സുയാഷ് ശർമ്മയും യശ് ദയാലും പഞ്ചാബിന്റെ ബാറ്റിംഗ് ലൈനപ്പിനെ വരിഞ്ഞു മുറുക്കുക തന്നെയായിരുന്നു. ഹേസൽവുഡും സുയാഷ് ശർമ്മയും 3 വീതം വിക്കറ്റുകൾ നേടിയപ്പോൾ യശ് ദയാൽ 2ഉം ഭുവനേശ്വർ കുമാറും റൊമേരിയോ ഷെപ്പേർഡും ഓരോ വിക്കറ്റ് വീതവുമാണ് ഇന്ന് ടീമിന് വേണ്ടി നേടിയത്. അങ്ങനെ 101 റൺസിൽ പഞ്ചാബിന്റെ ഇന്നിംഗ്സ് ഇന്ന് അവസാനിക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ കോഹ്ലിയുടെ വിക്കറ്റ് ടീമിന് ആദ്യം നഷ്ടമായെങ്കിലും ടീമിന് വേണ്ട പാർട്ണർഷിപ്പ് കൂട്ടിച്ചേർത്ത് ഫിൽ സോൾട്ട് അർദ്ധ സെഞ്ചുറിയുമായി ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഫിൽ സോൾട്ട് 56 റൺസ് നേടിയപ്പോൾ മായങ്ക് അഗർവാൾ 19 റൺസും ക്യാപ്റ്റൻ പാട്ടീദാർ 15 റൺസുമാണ് നേടിയത്. അങ്ങനെ 9 വർഷത്തിന് ശേഷം രാജകീയമായി തന്നെയാണ് ഇപ്പോൾ RCB ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ മികവ് കാട്ടി ഈ സീസണിലെ കിരീട നേട്ടം തങ്ങൾക്കാണെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഇപ്പോൾ RCB ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.